അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിൽ ഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തുഹും വമാ അലഖ്നാഹും മിൻ അമലിഹിം മിൻ ശൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സദഖല്ലാഹു മൗലാനൽ അദീം. ബഹുവന്ദരായ സയ്യിദന്മാർ, എൻ്റെ ബഹുവന്യ ഗുരുവായ ശൈഖുന വി തുസ്താവറുകൾ, പ്രേം നിറഞ്ഞ പണ്ഡിത മഹത്വക്കളെ, എന്നേക്കാളേറെ എന്തുകൊണ്ടും പാണ്ഡിത്യം കൊണ്ടും മറ്റും എല്ലാ നിലയിലും സമ്പൂർണതയിൽ നിൽക്കുന്ന ഈ മജ്‌ലിസിനോട് പ്രത്യേകമായി വിശദീകരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തുന്നത് പണ്ഡിതന്മാരെ അവനിലേക്ക് തിരിച്ചു പിടിക്കൽ കൊണ്ടാണ്. നാം ചിന്തിക്കും, ഇന്നത്തെ ഈ യുഗത്തിൽ ഇൽമ വളരുകയല്ലേ, ഇൽമിൻ്റെ ഇടങ്ങൾക്ക് വ്യാപ്തി കൂടുകയല്ലേ, പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഒരു ഇൽമ നമുക്ക് കരസ്ഥമാകണമെങ്കിൽ വിരൽത്തുമ്പിൽ അത് ലഭ്യമല്ലേ, അത് വിശാലതയല്ലേ എന്നെല്ലാം നാം ചിന്തിക്കാം. പക്ഷെ ഇൽമാകണമെങ്കിൽ അത് ഹൃദയത്തിലേക്ക് ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമാണ് അത് ഇൽമായി മാറുകയുള്ളൂ. വിശാലമായ ഒരു ലൈബ്രറി കുതുബഖാന ഒരാൾ ഉണ്ടാക്കി അതിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കിതാബുകൾ വാങ്ങി വെച്ചാൽ അദ്ദേഹത്തിനെ ആലിമ എന്ന് പറയുമോ? ഇല്ല. ആ കിതാബിലുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർക്കുമ്പോൾ മാത്രമാണ് ആലിം എന്ന് പറയുകയുള്ളൂ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശൈഖുന ഉസ്താദ് അവറുകൾ ധാരാളം ശിഷ്യന്മാർക്ക് തൻ്റെ ഇൽമ പകർന്നു നൽകി. ആ ഇൽമിലൂടെ നമുക്ക് അതിൻ്റെതായ വികാസം വന്നു. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ വിജ്ഞാനത്തിൻ്റെ ഒരു പാത തുറന്നു നൽകി വലിയ ഒരു വഴികാട്ടിയായി നിന്ന സമയത്താണ് ശൈഖുന അവറുകൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്നത്. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിൻ്റെ ഒരു അനർത്ഥമായ ഒരു കാര്യമാണ്. വലിയ വലിയ പണ്ഡിതന്മാർ, ഇൽമിൻ്റെ നിറകുടങ്ങളായ വലിയ മഹാന്മാർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകൽ കൊണ്ട് അള്ളാഹു ഇൽമിനെ അതിൻ്റെ അല്പാൽപമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. നമ്മളുടെ ജീവിതത്തിൽ നാം ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ടുന്ന വലിയ ഒരു ബന്ധമാണ് മാതാപിതാക്കളെ പോലെ തന്നെ ഗുരുനാഥന്മാരെ ഒരു പടി വരെ പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ബന്ധമായി ഗുരു ശിഷ്യ ബന്ധം കാത്തു സൂക്ഷിക്കുക. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ വലക്കത് ഹമ്മത്തു ബിഹി വ ഹമ്മ ബിഹ എന്നുള്ള സംഭവങ്ങളിലെല്ലാം വിശദീകരിക്കേണ്ട കാര്യമില്ല. ലൗല അർആ ബുർഹാന റബ്ബി, വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തൻ്റെ പിതാവ് വന്ന് നെഞ്ചത്ത് തട്ടിയിട്ട് ഒരു കാര്യത്തിലും നീ വിട്ടുവീഴ്ച ചെയ്യരുത്, അല്പം പോലും പുറകോട്ട് പോകരുത്
എന്താ ഈ ചെയ്യുന്നേ എന്നുള്ള വലിയ ഒരു നിർദ്ദേശമാണ് ബുർഹാന റബ്ബി എന്ന ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് തഫ്സീറിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൂറിൽ നമുക്ക് നോക്കിയാൽ അതിന്റെ 21-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിഈമാൻ. വിശദീകരിക്കേണ്ടതില്ല, നിങ്ങളെല്ലാം ആലിമീങ്ങളാണ്. മാതാപിതാക്കൾ, ദുർരിയ്യത്ത് എന്ന വാക്കിന് മാതാപിതാക്കൾ എന്നും അർത്ഥമുണ്ട്, സന്തതികൾ എന്നും അർത്ഥമുണ്ട്. നമ്മൾ എല്ലാം പഠിച്ചവരാണ്. മാതാപിതാക്കൾ സ്വർഗത്തിന്റെ ഉയർന്ന ദർജയിൽ നിൽക്കുമ്പോൾ ആ പദവിയിലേക്ക് ശിഷ്യഗണങ്ങൾ എത്തുന്നില്ല എങ്കിൽ, മക്കൾ എത്തുന്നില്ല എങ്കിൽ, മാതാപിതാക്കൾക്ക് അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ ഉയർന്ന പദവിയിലേക്ക് മക്കളെ കൊണ്ടുപോകാനുള്ള ഒരവസരമുണ്ടെന്നും അങ്ങനെ അള്ളാഹു ചേർത്ത് കൊടുക്കും എന്നുള്ള വിശദീകരണമാണ് അതിൽ പറയുന്നത്. മുഫസ്സിരീങ്ങൾ ഇമാം സാബി ഉൾപ്പെടെ റഹിമഹുല്ലാ മഹാന്മാരെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഈ ഗണത്തിൽ പെടുന്നവരാണ് ഉസ്താദുമാരും ശിഷ്യഗണങ്ങളും. ഉസ്താദുമാർക്ക് അവരുടെ ശിഷ്യന്മാരെ ഈ രീതിയിൽ ഉയർത്തി കൊണ്ടുപോകാൻ കഴിയും. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും എന്ന് പറഞ്ഞതിൽ ഉസ്താദുമാരും ശിഷ്യന്മാരും കൂടി ഉൾപ്പെടുമെന്ന് നമുക്ക് തഫ്സീറിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഗുരുനാഥനായിട്ടുള്ള ബന്ധങ്ങൾ വലിയ ബന്ധമാണ്. ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് ആ ഇൽമിൻ്റെതായ പവിത്രത ലഭിക്കുന്നത്. ഇവിടെ മജ്‌ലിസിന്റെ ശേഷം ഒരു ഖത്മുൽ ഖുർആൻ തുടങ്ങിയത് നമ്മളെല്ലാവരും അത് ഓതാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ, മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെയാണോ നമ്മൾ എല്ലാ ദിവസവും ഈസാല് സവാബ് ചെയ്യുന്നത്, അതുപോലെ ഗുരുനാഥന്മാർക്ക് വേണ്ടിയും എപ്പോഴും ഈസാല് സവാബ് ചെയ്തുകൊണ്ടിരിക്കണം. അവരുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാകണം. ആ ബന്ധം മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല, തീർന്നു പോകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുനാ ഉസ്താദുകളുടെ ദറജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, തലമുറ നല്ല വർത്തമാനങ്ങൾ പറയുന്ന ദർജയിലേക്ക് നീ എന്നെ ഉയർത്തണേ അല്ലാഹ് എന്ന മഹാനവറുകൾ ദുആയിരുന്നത് പോലെ ശൈഖുനാ ഉസ്താദുകൾക്ക് മരണശേഷം ഒരുപാട് നാവുകൾ നല്ലത് പറയുന്ന പല പ്രവർത്തനങ്ങളും, ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് പോയത്. ഇവിടെ പ്രസംഗിച്ചവരെല്ലാം അതാണ് സൂചിപ്പിച്ചത്. സ്ഥാപനത്തെ നാം ഏറ്റെടുക്കണം, സ്ഥാപനത്തെ നാം നിലനിർത്തണം. ഉസ്താദുമായിട്ടുള്ള ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, ഇഷ്ടങ്ങൾ അത് പ്രാവർത്തികമാക്കേണ്ടത് ഉസ്താദ് തുടങ്ങി വെച്ച അക്കാഡമി, ഈ സ്ഥാപനം, ഇതെല്ലാം നമ്മളുടെ കരങ്ങളിലൂടെ നിലനിൽക്കുമ്പോൾ മാത്രമാണ്. വാഹിറു കലാമി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.